everyone. Welcome back to our YouTube channel. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ തൻ്റെ മുഖത്ത് മാത്രം ലേറ്റ്. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം തേർഡ് ഡേ ആയിട്ട് ഇപ്പം ഡെസേർട്ട് സഫാരിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ദുബായ് ഫ്രെയിമൊക്കെ പോയി അതിൻ്റെ ഷോർട്സ് ഞാൻ ഇടുന്നതായിരിക്കും. ലൈറ്റ് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു പശപ്പശക്കല്ല ഷോ. ആ അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടിനും കൂടെയാണ് ഈ റൂമിന്റെ കോലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടു കഴിഞ്ഞാൽ സീനാണ്. അപ്പം ഞങ്ങളിപ്പം ഡെസേർട്ട് സഫാരിക്ക് പോകാൻ നിൽക്കുകയാണ്. മറ്റേ സാൻഡിക്കൂടെ ഉള്ള കാറോടിയിലും ബൈക്കോടിയിലും ബെല്ലി ഡാൻസ് ഇല്ല ഗൈസ്, റംദാനായ കാരണം ബെല്ലി ഡാൻസ് ഇല്ല എന്നുള്ള ഒറ്റ സങ്കടത്തിലാണ് ഞങ്ങൾ വളരെയധികം എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ട് വന്നത് ബെല്ലി ഡാൻസ് ഒക്കെ കാണാം. കാരണം നമ്മൾ റീലൊക്കെയാണല്ലോ കണ്ടേക്കുന്നത് മെയിനായിട്ട്. പൊഞ്ചിക്കായിരുന്നു ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ, എന്നെക്കാട്ടൊക്കെ അപ്പുറം. പക്ഷെ സാരമില്ല, നമ്മൾ തുള്ളാം. നമ്മൾ ബെല്ലി ഡാൻസ് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. പ്രൊഫഷണൽ വേണമെന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് അതാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം. അത് നടക്കത്തില്ല. അപ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ഓടി താഴേക്കൊണ്ട് ഇവിടെ ഒരു 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഡെസേർട്ടിൻ്റെ ഏരിയയിലോട്ട്. അങ്ങനെ അവിടെ ചെന്ന് ഇന്ന് അവിടെ ഡിന്നറും കുറേ പരിപാടി ആൽക്കഹോളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളാരും ഇല്ലാത്തത് കൊണ്ട് ശിവ എന്നൊക്കെ. അപ്പം നമുക്ക് പോവാം. നമ്മുടെ വണ്ടി താഴെ വന്നിപ്പോണ്ട്, നമുക്ക് നേരെ പോയിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, ബൈ. അമ്മ കണ്ടില്ലേ, ഫുൾ ചെത്തിലാണ്, റെഡ് ടോപ്പും ജീൻസൊക്കെ ഇട്ടിട്ട് നമ്മളെക്കാട്ട് ഷൈനിങ്ങിലാണ് അമ്മ. ഇങ്ങോട്ട് നോക്കൂ, തിരക്കിലാണോ? അതെ, അമ്മ ക്യാപ്പ് ഇതൊക്കെ റെഡിയാക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് അമ്മയുടെ ഷർട്ടാണ് ഗൈസ്. ഞാൻ ആദ്യം തന്നെ പറയാം, അല്ലെങ്കിൽ പിന്നെ പറയും വേറെ. അമ്മയുടെ ഷർട്ട് ഞാൻ എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. വണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ വണ്ടിയിലൊക്കെ കയറി കണ്ടാ, ബാക്കിൽ രണ്ടുപേരുണ്ട്, മുന്നിലപ്പനുണ്ട്, പിന്നെ നമ്മുടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. ആ ചേട്ടൻ അല്ലേ, ചേട്ടൻ ഇച്ചിരി ദേഷ്യത്തിലാണ്. കാരണം നമ്മൾ സമയത്തിന് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അപ്പം ചേട്ടൻ ഇച്ചിരി ദേഷ്യത്തിലാണ്. സോ നമ്മൾ അടങ്ങി ഒതുങ്ങി നല്ല പിള്ളേരായിട്ട് ഇപ്പം ഡെസേർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 40 മിനിറ്റ് ഡ്രൈവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. ഇതെന്തോ നമ്മൾ തൊപ്പി ഡെസേർട്ടിൽ പോകുമ്പോൾ നല്ല ട്രൈ ചെയ്യണമല്ലോ, എങ്ങനെ ഇടണ്ടെന്ന് അറിയട്ടെ. തൊപ്പി ഇട്ട് നോക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഷോൾ എന്തോ കെട്ടണം. പക്ഷെ കറക്റ്റ് അറിയത്തില്ല ഇത് എന്നാന്ന്, മനസ്സിലാവില്ല. നമ്മളെന്നെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ഇടണ്ടതൊക്കെ. ഡെസേർട്ടിൽ പോകുന്ന സമയത്ത് അവിടെ സെറ്റ് ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അമ്മ നടുക്കാണെന്ന് വരണ്ടേ. ഇത് മറ്റേ പോലെ ഉണ്ട്, ടെർബൻ പോലെ ഉണ്ട്. കണ്ടില്ലേ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ എന്തോ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു നാപ്പിലായിരുന്നു. നമ്മൾ എണീറ്റിരിക്കുന്നു, നമ്മളവിടെ എത്താറായി. ഹായ്, എന്താണ് പേര്? മേഘ സിംഗ്. അതെ, മേഘ സിംഗ്. ഇതിനെത്ര അമ്മ വാങ്ങിയതിന്? മേഘ സിംഗ്. അതെ, ഇനി കുറച്ചൊരു അന്തയാവാം. ഇവിടെ കണ്ണിലടിക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും. ആ നിൽക്ക്, ഞാൻ ചെയ്തുതരാം, വെയിറ്റ്. ഇവിടെ എല്ലാവരും കൂടെ ഒരു പുകിലാണ് കണ്ടോ. താൻ കെട്ടുന്നില്ലേ? കെട്ട്, അല്ല കെട്ടിക്കോ. കേട്ടോ, നമ്മളിപ്പോൾ ഫുൾ സെറ്റായി. ഇനി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇനി നമ്മൾ ഇതിന്റെ മോളിൽ കെട്ടുന്നല്ലേ കേസ് നല്ലത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനെക്കാട്ടും നല്ല കെട്ടുന്നതാന്ന് തോന്നണം. കെട്ടാവാ പറയുന്നതെല്ലാം കേൾക്കണമെന്ന് അറിയത്തില്ല. നല്ല കാറ്റും തണുപ്പും പൊടിയും എല്ലാം ഉണ്ട്. സോ ഡോണ്ട് നോ ഗൈസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇങ്ങനെ പറ, എന്താന്ന് പറ. ഇങ്ങനെ ടയറിന്റെ പ്രഷർ കുറയ്ക്കും. എന്തിനാ അങ്ങനെ ചെയ്യണേ? ഡെസേർട്ട് സഫാരിക്ക്. ഡെസേർട്ടിൽ കൂടി റീസൺ ഒന്നും അറിയില്ല. പക്ഷെ കുറയ്ക്കുന്നറിയില്ല, എന്താണെന്ന് അറിയത്തൊന്നുമില്ലേ. പൊന്നിന്റെ ഫോൺ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോഴത്തേക്കും ഞങ്ങൾ കയറി. ഞങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ
നല്ലതാ ഇതാരാ അത് ഇത് ഡാലേനിന്റെ ഇതെന്റെ അയ്യോ സോറി. അപ്പം ഞങ്ങളാണെങ്കിൽ പോട്ടെ ഇനി എന്താന്നുള്ളത്. ക്യാമറ പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. കഷ്ടപ്പാടാണേ ആ കറി ഡാലേനിന്റെ കറിയില്ലേ. ഓക്കെ പപ്പേ ഓക്കെ. കേറുന്നു. അമ്മ എക്സൈറ്റഡ് ആണോ? അതെ ഇങ്ങനെ ഡാഡി ഫുൾ ഫിക്സ്ഡ് ആണ് ഒരു പോയിന്റ്. അവിടെ തന്നെ നോക്കിയിരുന്നോണ്ടിരിക്കണം, ഇങ്ങനെ അനങ്ങത്തില്ല. ബാക്കിൽ പൊഞ്ചി രാജഭരണം ഒന്ന് കീഴടങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പാവമായിട്ട് സൈഡിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പനെ നമ്മൾ കളഞ്ഞു. തരുവോ ഭരണം പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങളിതാ റിസോർട്ടിലേക്ക് കയറുന്നു. പാട്ട് പാടിയതാ കിനാവിന്റെ മന്ദിര പോലെ. ഇതിനിപ്പോ ഇത് കുലുക്കം ഉണ്ടാവും. അമ്മ അടി വെച്ചിട്ടും കേട്ടല്ലോ വേണ്ടെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൈസ കൊടുത്ത് വന്നിട്ട് വേണ്ടാന്ന്. എന്താ പിന്നെ നമുക്ക് വേറെ റോഡിൽ കൂടെ ഓടിക്കാം. അമ്മ അതാണ് ചിരിച്ചു പോയാ മതിന്ന്. ഇവരുടെ കൂടെ വന്ന് നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. ചരിക്കാതെ പോകാമല്ലോ. ചെരിഞ്ഞു പോകുന്നതാണ് അതിന്റെ ട്രെൻഡ്. നൈസ്. അതെ ഹരം കേറട്ടെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വെയിറ്റിംഗ് ആണ് അടുത്തൊരു ടേണിന് വേണ്ടി. അനങ്ങുന്നില്ല. മനഃപൂർവ്വം ചേട്ടാ, നമുക്ക് അതാണ് വേണ്ടത്. ആ ചേട്ടാ ഈഴ്ത്തങ്ങോട്ട്. സൈഡ് പിടിക്കാൻ എപ്പോഴാ പൊടി ഉറപ്പിക്കുന്ന നടത്തില്ലല്ലോ. അമ്മ തുറന്ന് അതാ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. പക്ഷെ ഇത് കാണുമ്പോൾ ശരിക്കും ആലോചിക്കുന്ന ആടുജീവിതത്തിന്റെ അകത്ത് എങ്ങനെയാണ് പുള്ളി ഇതിങ്ങനെ പെട്ടുപോയെന്നുള്ള കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആദ്യം വരുന്നത്. അപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. കാലിൽ ചെരുപ്പ് തൊട്ടിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞ കാലിൽ ചെരുപ്പ് തൊടണ്ട, മരയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടിപൊളി റൈഡായിരുന്നു. കുലുക്കി നിങ്ങൾ കണ്ടല്ല. അപ്പൊ നമുക്ക് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല കണ്ടോ. ഇവിടെ ഇപ്പൊ ഒരു കലാവിരുദ്ധാണ് നടക്കുന്നത്. പപ്പ ഈസ് ഔട്ട്. പപ്പയ്ക്ക് ഒന്നിനും ഇടപെടാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്താക്കുകയാണ്. ആൾക്കാരൊക്കെ കമന്റ്സ് കണ്ടിട്ട് പാവം മനുഷ്യന്ന് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ കാണണം. അപ്പൊ നമ്മളിവിടെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കണമെന്ന് ഒരു പാട്ട് വെക്കാൻ നെറ്റില്ല കേസ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചുമ്മാ ഇന്നെത്തി പൊരി കൊഞ്ചിലെ ചിരി കൊത്തിത്താ തിരികെ പാടാണ്. കളിക്കാം. 1 2 പപ്പഴും കൊടുക്കണ്ട, കുഴപ്പമില്ല. പപ്പ എന്താ എന്നാ പാ എന്നാ ഞാനും കൂടെ പോയി കളിക്കട്ടെ. എന്താ അതേപോലെ എടുത്താൽ മതി. സ്റ്റെപ്പ് പഠിപ്പിക്കുന്ന സമയം നോക്കി ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. ചിന്നെത്തി ഒരു കുഞ്ഞിന് ചിരി കൊത്തിച്ച തിരികെ വലുതായ കുഞ്ഞിന് സ്ത്രീ കണ്ണ് പൊത്തിക്കളി കണ്ണ് തട്ടിക്കളി എന്ന പോലെ. ഓക്കെ, എല്ലാരും കളിയാക്കുന്ന വയസ്സ്. ഇവിടുത്തെ വേറെ 2-3 പേര് നോക്കുന്നു. കളിയൂഞ്ഞാലിരുത്തത് അത് മതി. അപ്പൊ നമ്മളിപ്പോ അമ്മ ഇവിടെ നിക്ക്. നമ്മളിപ്പോ എവിടെ വന്നേക്കുന്നത്? ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലബിൽ വന്നതാണ് കേട്ടോ. ക്യാമ്പിൽ വന്നേക്കാണ്. അവിടുത്തെ സംഭവ ബഹല പരിപാടികൾ. ഓക്കെ, എങ്ങനെയുണ്ട്? കഴിച്ചോക്കട്ടെ. സൂപ്പറാ.
എനിക്ക് ഒരെണ്ണം മതി. പിന്നെ കിട്ടൂല കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഫ്രീ ആണ്. ഇപ്പോൾ ഹുക്ക നമുക്ക് ട്രൈ ചെയ്യാം, ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് ഇട്ട് ഫോട്ടോ എടുക്കാം, പിന്നെ BBQ ഉണ്ട്, കുറേ പ്രോഗ്രാംസ് ഉണ്ട്, ഫയർ ഡാൻസ് അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാംസ്, പിന്നെ ഹെന്ന നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ചെറിയ ഡിസൈൻ ചെയ്തു തരും. അപ്പോൾ നമ്മളിപ്പോൾ ഹുക്ക ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങോട്ടേക്ക്. നമ്മൾ ടേബിളിലേക്ക് വിളിക്കുകയാണെങ്കിൽ പൈസയാവും, പക്ഷേ ഇവിടെ പോയി നമുക്ക് ട്രൈ ചെയ്യാം. ഭയങ്കര സമാധാനകരമായ ഒരു സ്ഥലം. അപ്പം നമ്മളിപ്പം അവിടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ അവർ പറഞ്ഞു സമയമായിട്ടില്ല, 20 മിനിറ്റ് കൂടെ എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോവാണ്, എണ്ണയിടാൻ പോവാണ്. നമുക്കിനി കുറച്ച് നേരത്തേക്ക് അറബികളാവാം അല്ലേ മഞ്ചി? യെസ്. പക്ഷെ ഇവിടെ ആരും ഇല്ലല്ലോ. നമ്മളതും വേണ്ടെന്ന് വെച്ചു. ബിക്കോസ് അവിടെ പൈസ കൊടുത്താലേ അവർ സെറ്റ് ചെയ്ത് തരത്തില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് സെറ്റ് ചെയ്ത് തരും, നമ്മളതിനെ സെറ്റ് ചെയ്യണം. ആൻഡ് നോർമലായിട്ടുള്ള ജസ്റ്റ് നോർമൽ ബ്ലാക്ക് പർദ്ദ പോലെയാണ്. പക്ഷേ അവിടുത്തെ വെറുതെ എന്തിനാന്ന് ഓർത്തിട്ട് അത് വെക്കണില്ല. ഓക്കെ, അപ്പം നമ്മളത് വേണ്ടാന്ന് വെച്ചു. ഇനി നമ്മൾ എങ്ങോട്ടാണ് അടുത്ത് പോകുന്നത്? നമ്മൾ തപ്പി പരകി നടക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്. ഹുക്ക റെഡി ആയിട്ടില്ല ഗൈസ്. ഇനി അവിടെ BBQ ആണുള്ളത്. നമ്മുടെ സീറ്റിൽ പോയി ഇരിക്കണം കുറച്ച് കഴിയുമ്പോൾ. ഇതിപ്പോൾ ഒരു ചേട്ടൻ കെട്ടി തന്നിട്ടുണ്ട്, ഡ്രൈവർ ചേട്ടൻ, ഒരു അറബി ചേട്ടൻ കെട്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ലൂസായി ഇപ്പോൾ വീഴും. എന്തായാലും നമുക്ക് ഇന്നത്തെ രാത്രിത്തെ ഫയർ ഡാൻസ് ഒക്കെ കാണണ്ടേ? എൻ്റെ ഊരി പോന്നു ഇത്. ഇതാണ് ബാർബിക്യൂ സെഷൻ. എൻ്റെ തലയിലെ സാധനം ഊരി പോയിട്ട് ഗൈസ്. പതുക്കെ ഊരി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ തന്നെ കെട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഈ ബാർബിക്യൂ ഒക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ, റെഡി ആയിട്ടില്ല ഫുള്ളി, ഇപ്പോൾ റെഡിയായി വരുന്നേ ഉള്ളൂ. അതുവരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എങ്ങോട്ട് പോവാം? ദുബായ് എന്ന് എഴുതിയിട്ടുണ്ടോ? ബ്രെഡ് ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് 2-3 പേര്. തന്തൂരി ബ്രെഡാ? അത്ര മതി. അത് ചൂടായിക്കൊണ്ടിരിക്കുക ഗ്യാസ്. എന്ത് രസമാണ് നോക്ക് സ്ഥലം. ഉഫ്, ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത്. ദുബായ് ആയിട്ട് ഞാൻ ഇമ്പ്രസ്ഡ് ആണ് ഗൈസ്. ഞാൻ ഭയങ്കര അങ്ങോട്ട് ഇമ്പ്രസ്ഡ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു കോലും കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. ഇതാ ദുബായ്. അപ്പോൾ ഇതായിരുന്നു ആ ക്യാമ്പ് എന്ന് പറയണത്. ഓരോരോ സൈഡിൽ ഓരോരോ കടകളായിട്ടും നടുവിൽ തന്നെ ഒരു സ്റ്റേജും ഒരു സൈഡിൽ ബുഫേ ആയിട്ടും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു 4 വാൾസിൻ്റെ ഇടയിലായിട്ട് കുറച്ചൊരു സ്പേസ് അങ്ങനെയുള്ളൊരു ക്യാമ്പായിരുന്നു. ഇവിടെ നിന്നാണ് എല്ലാ പരിപാടിയും നടക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ബുഫേ ഓപ്പണായി. അപ്പോൾ ഞങ്ങൾ പോയി നേരെ ക്യൂ ഒക്കെ നിന്ന് ബുഫേ എടുത്തു. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാർക്ക് അത്ര സ്പൈസസ് അങ്ങോട്ട് ഒരു വികാരഭരിതമായ സ്പൈസസ് ആയിരുന്നില്ല. ഭയങ്കര സട്ടിൽ ആൻഡ് വെരി ബ്ലാങ്ക് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കബാബ് ആണെങ്കിലും എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട തന്തൂരി ചിക്കൻ ആയിരുന്നു. അപ്പം ഞാൻ തന്തൂരി ചിക്കൻ എടുത്ത് കഴിച്ചു. പിന്നെ ബാക്കിയൊന്നും ഞാൻ അധികം ഫുഡ് കഴിക്കാൻ നിന്നില്ല, ഓൾറെഡി ഉച്ചയ്ക്ക് നല്ല ഹെവിയായി കഴിച്ചായിരുന്നു. പിന്നെയാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഭാഗങ്ങളിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്ത് വന്നിട്ട് ടേബിളിലിരുന്നു. ഓരോരോ ഫാമിലിക്ക് ഓരോരോ ടേബിൾ അവർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടേബിളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഡാൻസ് ഉണ്ടായിരുന്നു. ആ മനുഷ്യനാണെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ തലയിറങ്ങി എവിടെയെങ്കിലും വീഴും. അതിനുശേഷം പിന്നെ ഫയർ ഡാൻസ് ആയിരുന്നു. ഫയർ ഡാൻസിന് ഞാൻ പറഞ്ഞില്ലേ കോല് കുത്തി വെച്ച ദുബായില്ലേ, ആദ്യം അയാൾ പോയിട്ട് അത് മൊത്തം കത്തിച്ച് കളഞ്ഞു കേസ്. ഞാൻ ആദ്യം ഓർത്തു ഇതെന്തിനാ കുത്തി വെച്ചേക്കുന്നതെന്നുള്ളത്. അത് കത്തിക്കാനായിരുന്നു, ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസസ് ഓൺലി, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അപ്പം അതിന് ശേഷം പിന്നെ പുള്ളി ഓരോ രീതിയിലുള്ള ഫയർ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒരു അവസ്ഥ നോക്കണേ, ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നില്ല റംദാൻ ആയ കാരണം. അങ്ങനെ ഇവിടുത്തെ പരിപാടികളല്ലേ. അമ്മ ഇങ്ങോട്ട് വാ. നമുക്ക് എൻ്റെ ഉണ്ടേ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. ഫയർ ഡാൻസും ഒക്കെ അടിപൊളിയായിരുന്നില്ലേ? നല്ല തണുപ്പും. ഡാലിയാൻ്റെ ഒരു ഏക്കർ കണക്കിന് തുണിയിട്ടിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. രാവിലെ ഫ്രെയിം അല്ലേ, ദുബായ് ഫ്രെയിം ആയിരുന്നു, അത് ഷോർട്ട് ആയിട്ടിടും. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം സൈൻ ഓഫ്. ചാച്ചാ ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വ്ലോഗ്.